ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോഴേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ലഞ്ച് പ്രിപ്പറേഷൻ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, കുറേയധികം വിഭവമൊക്കെ ഉണ്ടെന്ന്. ആകെ രണ്ട് വിഭവമുള്ളൂ. ഒന്ന് അവിയലും പിന്നെ ഒന്ന് കടച്ചക്ക ഉപ്പേരിയും. അപ്പോൾ അവിയലും കടച്ചക്ക ഉപ്പേരി എന്ന് കേൾക്കുമ്പോൾ മിക്കവരും വിചാരിക്കും ചാറുകറി ഇല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് അത് ചോറിൻ്റെ കൂടെ കഴിക്കുക, രണ്ടും ഇത്തിരി കട്ടിക്ക് ഇരിക്കുന്നതല്ലേന്ന്. എന്തായാലും അവിയൽ ഞാൻ അത്രയും കൂടെ കട്ടിക്കല്ല വെക്കണേ. അപ്പോൾ ഞാനും കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലഞ്ചിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ അവിയൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവമാണെങ്കിൽ കൂടിയും അവിയൽ അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല. പിന്നെ പച്ചക്കറി വാങ്ങിച്ചപ്പോൾ കൂടെ കപ്പലണ്ടി പുഴുങ്ങിയതുണ്ടല്ലോ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്ക് കഴിക്കേണ്ട കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എന്ത്, ഈ പച്ചക്കറി കുറേ അധികം ഉണ്ടാകുമ്പോൾ അതിലിങ്ങനെ ചീഞ്ഞ് പോകുന്ന പെട്ടെന്ന് ചീയണ പച്ചക്കറിയൊക്കെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു ഇത് വരുമ്പോഴാണ് ഞാൻ അവിയൽ മിക്കപ്പോഴും ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് പച്ചക്കറി തീർക്കാനുള്ളൊരു വിഭവമായിട്ടാണ് എനിക്ക് ഈ ഒരു അവിയൽ തോന്നിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഇത് ഇരിക്കും തോറും ചിലപ്പോൾ ഈ കുമ്പളങ്ങ സംഭവമൊക്കെ വേഗം ഇങ്ങനെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്ത് വേഗം അതൊക്കെ കൂട്ടി ഒരു അവിയൽ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഓക്കെ എന്നാൽ ശരി അവിയൽ അങ്ങോട്ട് ഉണ്ടാക്കാം. എനിക്ക് അവിയലിന് ഇത്തിരി പുളി ഉണ്ടാവുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മാങ്ങ ചേർത്തു. പക്ഷെ മാങ്ങയ്ക്ക് വിചാരിച്ചത്ര പുളി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് തൈര്, ഇത്തിരി പുളിച്ചിട്ടുള്ള തൈര് കേട്ടോ, അതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കഷ്ണമൊക്കെ അരിഞ്ഞ് കഴിഞ്ഞു, അതിൻ്റെ കൂടെ മാങ്ങ അരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചീൻചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എന്നിട്ടാണ് ഞാൻ പച്ചക്കറികളൊക്കെ അതിൽ ചേർക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ പച്ചക്കറി ഇങ്ങനെ ചീൻചട്ടിയിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ അതിലേക്ക് ഇത്തിരി വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, മഞ്ഞൾപ്പൊടി ചേർക്കുക, പച്ചമുളകും ഞാൻ അരിഞ്ഞിടുന്നുണ്ട്. പച്ചമുളക് ഇപ്പോഴും ചേർക്കും, പിന്നെ അരപ്പിലും ചേർക്കും. എന്നിട്ട് അടച്ചു വെച്ചൊന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പിനുള്ളത് നോക്കാം. നാളികേരം ചെരുകി അതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് ജീരകവും കറിവേപ്പിലയും എന്നിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചേർക്കേണ്ട ഇപ്രാവശ്യം കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ തൈര് ചേർത്ത് ഇങ്ങനെ നാളികേരം ഒന്ന് ഒതുക്കിയെടുക്കാറ്. ഇപ്രാവശ്യം അങ്ങനെ ചെയ്തില്ല. അതിതാ ഒരു പാത്രത്തിൽ പകർത്തിയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ട് കൈവച്ച് തരുമ്പം എന്നിട്ടാണ് അതിലേക്ക് തൈര് ഒഴിക്കുന്നത് കേട്ടോ. തൈരും കൂടി ചേർത്തിട്ട് നമ്മളത് കഷ്ണമൊക്കെ വെന്ത് വരുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഇളക്കുക. അതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്ന പറയുക, കുറച്ച് വെള്ളം കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അരപ്പെടുത്ത പാത്രം ഉണ്ടല്ലോ, അതിലേക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ഇത് അത്ര തിക്കായിട്ടുള്ളൊരു അവിയലല്ല, കുറച്ചിങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നതാണ്. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയായി. ഇതിനെ അടച്ചു വയ്ക്കാം. ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി, ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ തന്നെ ഫ്ലെയിം. ഇനി അടുത്ത് നമുക്ക് കടച്ചക്ക ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് നോക്കാം. കടച്ചക്ക തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്കത് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 വിസിൽ വരുത്തിയിട്ട് അപ്പം തന്നെ സ്റ്റീം കളഞ്ഞ് കുക്കർ ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അത് വറുത്തിടാൻ നോക്കാം. ഒരു പാത്രം അടുപ്പത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർക്കുക. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് അതൊക്കെ ഒന്ന് വഴറ്റുക. നന്നായി അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അതും നന്നായിട്ട് മൂപ്പിക്കുക. എന്നിട്ട് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടച്ചക്കയും കൂടി ചേർക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും ചേർക്കുക കേട്ടോ. എന്നിട്ട് ഇളക്കി ഇതുപോലെ വറ്റിച്ചെടുത്ത് നമ്മുടെ കടച്ചക്കുപ്പേരി റെഡി. അങ്ങനെ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.